പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് കണ്ടൽ വനങ്ങൾ. അന്തരീക്ഷ മലിനീകരണം തടയാൻ ഇവ വലിയ പങ്ക് വഹിക്കുന്നു. ഓക്സിജൻ സോണുകളാണ് ഇവ. ജലജീവികൾക്ക് സുരക്ഷിതമായ പ്രജനനം നടത്താൻ ഇവ സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഇന്ത്യയിലാണ്. 59 ഇനം കണ്ടൽ ചെടികളാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. 18 ഇനങ്ങൾ കേരളത്തിൽ. കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ആയിരംതെങ്ങിലാണ്. പക്ഷി നിരീക്ഷണത്തിന് അവസരമൊരുക്കുന്നു. ജലമലിനീകരണം തടയാൻ സഹായിക്കുന്നു. ഫുഡ് ചെയിൻ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കൈത്താങ്ങാകുന്നു. കല്ലേൽ പൂക്കുടൻ എന്ന കണ്ടൽ കാർണവർ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കണ്ടൽ ഒരിക്കലും ഒരു പാഴ്ചെടിയല്ല. അവ ബയോസ്ഫിയർ റിസർവുകളാണ്. അവയെ സംരക്ഷിക്കേണ്ടതുണ്ട്. പലതരം കണ്ടൽ ചെടികളിൽ നമ്മുടെ നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്നത് നക്ഷത്രക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, പൂക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ, ഉപ്പട്ടിക്കണ്ടൽ എന്നിവയാണ്. പീച്ചാവരവും സുന്ദർബൻ വനങ്ങളുമാണ് കണ്ടൽക്കാടുകളിൽ പ്രസിദ്ധമായിട്ടുള്ളത്. സുന്ദർബൻ വെസ്റ്റ് ബംഗാളിലാണ്. പീച്ചാവരം തമിഴ്നാട്ടിലും. പ്രകൃതിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡുകൾ വലിച്ച് എടുക്കുകയും 5 ഇരട്ടി ആയിട്ട് നമുക്ക് ഓക്സിജൻ നൽകുന്നതുമാണ് കണ്ടൽ വനങ്ങൾ. സുനാമി സമയത്ത് നമ്മുടെ മണ്ണിനെ, നമ്മുടെ ഭൂപ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ഈ അലക്ഷ്യമായ വേരുകൾ നമ്മെ സഹായിച്ചു. ഇവയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവ കാലങ്ങളോളം നമ്മളെ സംരക്ഷിക്കാനായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇവയിലെ ജൈവവൈവിധ്യം, ഇവയുടെ ആവാസ വ്യവസ്ഥ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട്. കാലങ്ങൾ കുട്ടികളുടെ കയ്യിലാണ് നാളെയുള്ള കാലങ്ങൾ. അവ കണ്ടലുകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്.